ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ടൈമിങ്ങിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പഠനം, പാർട്ട് ടൈം ജോലി, അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ, അതെങ്ങനെയൊന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലും പിന്നെ ഒരു ടൈമിൻ്റെ പ്രശ്നം കാരണമൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്തു ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഒന്ന് ശരിയായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു, എന്നിട്ട് അപ്ലോഡ് ചെയ്യണതായിരിക്കുമല്ലോ നല്ലത്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ PSC വീണ്ടും എങ്ങനെ പഠിച്ചിട്ട് നേർച്ചവനാവാമെന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് ബ്രേക്ക് എടുത്തു പഠിക്കാനായിട്ട്. അപ്പം ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരാം എന്നാലോചിച്ചു, കുറേ ആലോചിച്ചു ഞാൻ. അപ്പോഴാണ് നമ്മൾ HS വന്നിട്ടുണ്ടായിരുന്നത്. HS വന്നപ്പോൾ വിചാരിച്ചു ഞാൻ എക്സസൈസൊക്കെ ഇരുന്ന് പഠിക്കാം, അതാ നല്ലതെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ ഒരു തീരുമാനപ്രകാരം ഞാൻ എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണമെന്നില്ല. സ്പെഷ്യൽ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ചിന്തിച്ചാൽ മതി. ബാക്കി സിലബസൊക്കെ സെയിം ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയല്ല വരുന്നത്. ഡിഗ്രിയുടെ മാത്രമേ കുറച്ച് മാറിപ്പോകുന്നുള്ളൂ. ബാക്കി എക്സാമിന് യൂസ്ഫുൾ ആവുന്ന തരത്തിൽ പഠിച്ച് പോവാം എന്ന് തന്നെ ആലോചിക്കുന്നത്. ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ മൊത്തത്തിൽ ഡള്ളായതുപോലെ ഇനിയൊരു എക്സാം വരുമ്പോൾ ഡള്ളാവാൻ പാടില്ല. എൻ്റെ മൈൻഡ് ഇനി ഒട്ടും അതിനെ അനുകൂലമായിട്ടൊന്നും പോവില്ല. കാരണം ഞാൻ ഇനി വിഷമിക്കൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു എക്സാമിൽ ഫെയിൽഡായി, എനിക്കത് വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എന്നുള്ള തരത്തിൽ എത്രത്തോളം എങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാം, എൻ്റെ മിസ്റ്റേക്കുകളൊക്കെ എങ്ങനെ കുറച്ചിട്ട് കുറച്ചും കൂടിയും ടൈം എങ്ങനെ യൂസ്ഫുള്ളാക്കിയിട്ട് പഠിക്കാം എന്നാണ് ആലോചിക്കുന്നത്. കുറേ മണിക്കൂർ ഇരുന്ന് പഠിച്ചുകൊണ്ടൊന്നും നമ്മൾ ലിസ്റ്റിൽ കയറണമെന്നില്ല. അല്ലെങ്കിൽ കുറച്ച് സമയം പഠിച്ചു എന്ന് വെച്ചിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. അതിനൊക്കെ ഓരോ മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്യണ കുറേ കാര്യങ്ങൾ നല്ലതായിരിക്കണം. ഓക്കെ, ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉള്ളിൽ നിന്ന് കുറേ തോന്നലുകൾ വന്നു. ഇന്ന രീതിയിൽ പഠിച്ചാൽ എങ്ങനെ ഇരിക്കും, എങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത്. കുറേ ആൾക്കാരുടെ അടുത്ത് സജഷൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇനി ഒരുപക്ഷെ എനിക്ക് PSC എക്സാം കുറേ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടൊന്നും എനിക്ക് കിട്ടാതെ പോകുമ്പോൾ ഒരു വിഷമം മാനസികമായിട്ട് വരാറുണ്ട്. അതിൻ്റെ ഒരു ബ്രേക്കും എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇനി പറഞ്ഞ എക്സാമിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫെയിൽഡായി എന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ വിചാരിച്ച സ്കോർ ചെയ്യാൻ പറ്റാതായി എന്ന് വെച്ചിട്ടോ ഞാൻ വലിയ വിഷമത്തേക്കൊന്നും ഞാൻ എത്തിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല തോന്നുന്നു. നന്നായിട്ട് ഇമ്പ്രൂവ് നോക്കാം ഏതൊക്കെ ഏരിയാസിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഫെയിൽഡായി പോകുന്നത്, ഏതൊക്കെ സ്റ്റഡി മെത്തേഡ് ഉപയോഗിക്കുമ്പോഴാണ് അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ശരിയാക്കാം എന്നാലോചിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ മാത്സ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ടോപ്പിക് വൈസാണ് പോയിരുന്നത്. കാണാത്ത യൂട്യൂബ് ചാനലില്ല, പഠിക്കാത്ത ടെക്സ്റ്റ് ബുക്കുകളില്ല, അങ്ങനെ കുറേ ഗൈഡ് ബുക്കുകൾ കാര്യങ്ങളൊക്കെയാണ് മാത്സിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയും മാത്സ് ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് വെച്ചിട്ട് അത്യാവശ്യം രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഒരു പാർട്ട് ഇപ്പോൾ ക്ലോക്കിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, ഏത് മാത്സ് വീഡിയോ എടുത്താലും ഒരു പാർട്ട് 9 വരെയോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ നോട്ടൊക്കെ കുത്തിയിരുന്ന് എഴുതുന്നു, പഠിക്കുന്നു, അങ്ങനെ പോവുക. അപ്പോൾ നമുക്ക് ഓരോ ദിവസം പാർട്ട് 1 കാണണം, പാർട്ട് 2 കാണണം, പാർട്ട് 3 കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ പോവും. അതിൻ്റെ ഒരു സ്ട്രെസ്സ് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ചത്ര പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റാറില്ല മാത്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മാത്സ് അങ്ങനെ പോയിട്ട് കാര്യമില്ല, ഞാൻ വേറെ മെത്തേഡ് മാറ്റി പിടിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുന്നു, ആദ്യത്തെ 10-20 ക്വസ്റ്റ്യൻ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നു. ഡെയിലി പറ്റിയില്ലെങ്കിലും 1-2 ദിവസം, ഒരു ദിവസം ഇടപെട്ടിട്ടാണെങ്കിലും വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ആഴ്ചയിൽ അത്യാവശ്യം ഒരു 19 ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും, അല്ലെങ്കിൽ 40 ക്വസ്റ്റ്യൻസോട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. നല്ല കാര്യമല്ലേ? നമുക്ക് അറിയണ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അത് നോട്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് ഡൗട്ടുള്ളത് വീണ്ടും റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നു. പിന്നെ മലയാളം ഞാൻ അത്ര വലിയ സ്ട്രെസ്സ് കൊടുക്കാറില്ല. എന്നിരുന്നാലും മലയാളത്തിൻ്റെ അത്യാവശ്യം യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിരുന്നു കേട്ടോ.
മാത്സിനായിരുന്നു കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ ഒരു വീക്ക് ഏരിയ അതായതുകൊണ്ട്. പിന്നെ മലയാളത്തിന് ഞാൻ കാണാത്ത യൂട്യൂബ് ക്ലാസ്സുകളില്ല, ഗൈഡുകളുണ്ടായിരുന്നു, ഒക്കെ പഠിച്ചിരുന്നു. പക്ഷെ നല്ലൊരു മാർക്ക് അതിൽ കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ മലയാളം ഫസ്റ്റ് പേരിൽ ചാനൽ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം അറിയാം മലയാളം കാര്യങ്ങളൊക്കെ. ഒന്നുകൊണ്ട് ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ കയറാവുന്ന കാര്യങ്ങളാണ് എനിക്ക് ഇനിയുള്ളത്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നിലവാരം എനിക്കുണ്ട് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. ആ നിലവാരം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇതുപോലൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ, വെറുതെ നിലവാരം ഉണ്ടാക്കി ആയതല്ല. ഉറപ്പായിട്ടും അത് പ്രാക്ടീസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ്. ഈ കഷ്ടപ്പാട് എന്നെ ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫിസിക്കലായിട്ടും. അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ SSCRT പുതിയ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം ഇനി അങ്ങോട്ട്, വൊക്കാബുലറി ഒക്കെ കിട്ടാനായിട്ട്. അല്ലാതെ അത്യാവശ്യം ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റാറുണ്ട്. പ്രാക്ടീസ് ചെയ്യണ വഴിയാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ടൊന്നല്ല. എത്ര കൊല്ലമായി ഞാൻ PSC പഠിക്കുന്നു, അതുവരെയും ഞാൻ ഈ എല്ലാ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു ബേസ് ഉണ്ട് എല്ലാ സബ്ജക്റ്റിനും, ഉണ്ടാക്കിയെടുത്തതാണ്. മുന്നേ എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടാത്തപ്പോഴാണ് ഞാനിങ്ങനെ ഡൗൺ ആയി പോകുന്നത്. ഒരുപാട് പേര് അങ്ങനെ ഉണ്ടായിരിക്കും എൻ്റെ പോലെ. ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, മറ്റുള്ളവരെയൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ എന്നെപ്പോലെ വിചാരമുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലിസ്റ്റിൽ വരാത്തേ, എന്താ ഒന്നും ശരിയാവാത്തേ, ഇനി ഇത് വേണോ, ഇതെങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം, ഇത് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഞാനും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വലിയ നെഗറ്റീവും കാര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. നമുക്ക് കിട്ടും, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ വാരി വലിച്ചിട്ടുള്ള പഠനമായിരുന്നു എനിക്ക്. കിട്ടുന്ന സോഴ്സ് കംപ്ലീറ്റ് ഞാൻ എടുത്ത് പഠിക്കുമായിരുന്നു. നല്ലൊരു മെത്തേഡല്ല അത്. അപ്പോൾ ഞാനൊന്ന് ചുരുങ്ങി ഉള്ള ടോപ്പിക്സ്, ഹോട്ട് ടോപ്പിക്സ് ആയിക്കോട്ടെ, റിലേറ്റഡ് ഫാക്ട്സ് ആയിക്കോട്ടെ, ഉള്ളത് നല്ല വൃത്തിക്ക് പഠിക്കുക. അതിനൊരു പോയിന്റ് പോലും വിടാതെ, അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഷുവറായിട്ട് വന്ന ഏരിയാസ് ഉണ്ട്. നമുക്ക് തന്നെ അറിയാം ക്വസ്റ്റ്യൻ പേപ്പർ. എനിക്ക് തോന്നുന്നു എൻ്റെ പോലെ പഠിക്കുന്ന ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ കാര്യങ്ങളും മേ ബി നമ്മൾ വായിച്ചിട്ട് പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്കത് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ കുത്താൻ അറിയില്ല, അല്ലെങ്കിൽ കറുപ്പിക്കാൻ അറിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ PSC പഠിക്കുമ്പോൾ നന്നായിട്ട് റിവിഷന് പ്രാധാന്യം കൊടുത്തതാണ്. പോകെ എനിക്കിതറിയാലോ എന്ന തരത്തിൽ നമ്മൾ റിവിഷന് വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്നു. ഭയങ്കര മടിയായി പിന്നീട്. പക്ഷേ റിവിഷൻ നല്ലതാണ്, റിവിഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. പിന്നെ എൻ്റെ കറണ്ട് അഫെയറിൻ്റെ കാര്യമായിക്കോട്ടെ, കറണ്ട് അഫെയർ ഇപ്പോൾ നമുക്ക് വിചാരിച്ച ഒരു 32 പേജോ 40 പേജോ മേ ബി ഒരു 1 മന്തിന് ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ അഥവാ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്താ, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PDF ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ കിടക്കുന്നുണ്ട് ടെലിഗ്രാമിൽ. അതിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം ഒരു ദിവസം കറണ്ട് അഫെയർ പഠിച്ചില്ലല്ലോ എന്നുള്ള വിഷമം അവിടെ തീർക്കാം. നമുക്ക് തൊഴിൽ വീതി എടുക്കാം, തൊഴിൽ വാർത്ത മേ ബി എടുക്കാം, അല്ലെങ്കിൽ PSC ബുള്ളറ്റിൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ നമ്മൾ പഠിച്ചല്ലോ എന്നുള്ള സമാധാനം നമുക്കുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. ബുദ്ധിമുട്ടാണ് വിഷയങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകാൻ തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക തന്നെ വേണം. പിന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് കേട്ടോ. കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നു, പിന്നെ നമ്മൾ മാത്സ് വർക്കൗട്ട് ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ നമുക്കൊരു ഭാരം വരുന്നില്ല. ടോപ്പിക് വൈസ് ഒന്നല്ലല്ലോ പോകുന്നത്. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 20 ടൈപ്പ് ഭാഗത്ത് നിന്നല്ല വരുന്നത്. അതാകുമ്പോൾ നമുക്ക് സമാധാനമാണ് വർക്കൗട്ട് ചെയ്യാനും പഠിക്കാനും ഒക്കെ ആയിട്ട്. മറന്നു പോകില്ല അധികമായിട്ട്. ബൾക്കായിട്ട് പഠിക്കുമ്പോൾ അത് മറന്നു പോകും. പിന്നെ SSCRT ചാപ്റ്റേഴ്സ് എടുക്കുന്നു, പഠിക്കുന്നു. ഇപ്പോൾ ആമുഖമാണെങ്കിൽ ആമുഖത്തിൽ ഏതൊക്കെ SSCRT ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അത് പഠിക്കുന്നുണ്ട്. അങ്ങനെ ആമുഖത്തിൻ്റെ ഇനി റാങ്ക് ഫെയിൽ വല്ലത് വരുന്നുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ റാങ്ക് ഫലത്തെയും കൂടി കവർ ചെയ്ത് പോവും. എനിക്ക് തോന്നുന്നു എല്ലാവരും പഠിച്ചു കഴിഞ്ഞതൊക്കെ തന്നെയായിരിക്കും. എവിടെയും എന്തോ തകരാറ് പോലെ ആകുമ്പോഴാണ് നമ്മൾ പഠിച്ചത് പ്രോപ്പറായില്ല എന്നൊക്കെ മനസ്സിലാവുന്നത്. എൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് കിട്ടാനുള്ള ഒരു എക്സാം അല്ലല്ലോ ഇത്. നമുക്ക് നമ്മളെ നിലവാരം, നമ്മൾ ഏതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും വീക്കിലോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഫെയിലിയറിലോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മാറ്റി പിടിക്കണം. അത് ഉറപ്പായിട്ടും നല്ലൊരു മെത്തേഡാണ്. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന മെത്തേഡിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ അല്ലെങ്കിൽ 3 അതിലധികം കാര്യങ്ങൾ എന്തായിരിക്കും പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ശരിക്കും ഇതായി പോകുന്നത്, ഫെയിലിയറായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും
കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നന്നാവും തോന്നുന്നു. നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും പ്രിപ്പയർഡ് ആയിരിക്കും. നമുക്ക് സ്റ്റഡീസൊക്കെ എന്തൊരു എൻജോയ്മെൻറ്റിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓ ഇത് പഠിക്കണമല്ലോ, ഇന്ന് തീർക്കണമല്ലോ എന്നുള്ളൊരു വിഷമം ഉറപ്പായിട്ടുണ്ടാവില്ല. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ PSC സ്റ്റഡീസൊക്കെ നന്നായിരിക്കും. നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ, എല്ലാവർക്കും പറ്റട്ടെ. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടല്ലല്ലോ, വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ഇനിയും കഷ്ടപ്പെടാൻ തയ്യാറായിട്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താ, നല്ല രീതിക്ക് പഠിക്കാനായിട്ട് നോക്കുക, ഡെയിലി പഠിക്കുക, ഗ്യാപ്പ് എടുക്കാതിരിക്കുക. വരുന്ന എക്സാമുകൾ ഇതിൽ ഞാൻ ഫെയിൽഡ് ആയല്ലോ, ഇനി എന്നെക്കൊണ്ട് താങ്ങില്ല, എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ട് പിന്നെയും അത് നേടിയെടുക്കാൻ പറ്റുന്ന വിശ്വാസത്തിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ട്യൂഷന് പാർട്ട് ടൈം പോകുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കധികം ടൈം കിട്ടാറില്ല. വൈകിട്ടൊരു 4:45 ഇറങ്ങും, പിന്നെ ഒരു 7:30-8 മണിയാകുമ്പോൾ വീട്ടിലെത്തുന്നത്. അപ്പോൾ എന്നിരുന്നാലും എനിക്ക് ഹാപ്പിയാണ്, കാരണം എൻ്റെ SCRT ചാപ്റ്റേഴ്സ് എനിക്ക് മൂവ് ചെയ്യുന്നുണ്ട് 5 മുതൽ 10 വരെ. സോ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പം 10 മണി തൊട്ടിട്ട് 2:30 വരെ പഠിക്കുന്നു. അതിനുശേഷം വീട്ടിലത്തെ കാര്യങ്ങൾ, പിന്നെ അതിനുശേഷം വീണ്ടും ഞാൻ എന്താണ് പഠിപ്പിക്കാനും പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഫുൾ ടൈം പഠനം എന്നുള്ളൊരു മെത്തേഡാകുമ്പോൾ നല്ല സമാധാനമുണ്ട്, നല്ല സന്തോഷമുണ്ട്. എല്ലാവർക്കും ട്യൂഷൻ സെൻറ്റർ കിട്ടണമെന്നോ അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി പോകണമെന്നോ ഒന്നല്ല കേട്ടോ പറയുന്നത്. എൻ്റെ ഒരു കാര്യം മാത്രം പറഞ്ഞെന്ന് മാത്രം. പഠനം മാത്രമാകുമ്പോൾ കുറച്ച് സ്ട്രെസ്സായിരിക്കും, ഒന്നും നേടാൻ പറ്റില്ലല്ലോ, അപ്പുറത്തൊന്നും ഇല്ലല്ലോ, പൈസ ഒന്നും കയ്യിലില്ലല്ലോ എന്ന് തോന്നും. ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് അത്രയും ടൈം പഠിക്കാനായിട്ട് സാധിക്കുമല്ലോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പഠിക്കുക, ആരും മടി പിടിച്ചിരിക്കാതിരിക്കുക, നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കി വിടുക. നമുക്കറിയില്ല ലൈഫിൽ ഫ്യൂച്ചറിൽ എന്തുണ്ടാകാൻ പോകണം, ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുക, പ്രസൻറ്റിൽ വർക്ക് ചെയ്യുക, ഫ്യൂച്ചർ എന്തും ആയിക്കോട്ടെ. നമ്മൾ വർക്ക് ചെയ്യാതെ കിട്ടിയില്ല എന്ന് പറയരുത് നമ്മളെ മനസ്സാക്ഷിയോട് തന്നെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.